തിരുവനന്തപുരം നഗരത്തിലെ തെരുവുകൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള തമ്മൻ സ്ട്രീറ്റ്, പുത്തൻ സ്ട്രീറ്റ്, ആനവാൾ സ്ട്രീറ്റ് എന്നീ തെരുവുകളിൽ ചെന്നാൽ ഒരു തമിഴ് ഗ്രാമത്തിൽ എത്തിപ്പെട്ട പ്രതീതിയാണ്. പൂർവികർ തമിഴരാണെങ്കിലും കേരളത്തിൽ ജനിച്ചു വളർന്നവരാണ് ഇവിടുത്തെ ഇപ്പോഴുള്ള തലമുറ. ദീപാവലിയാണ് ഇവരുടെ ഏറ്റവും വലിയ ആഘോഷം. പടക്കം പൊട്ടിച്ചും പൂത്തിരി മത്താപ്പു കത്തിച്ചും ദീപാവലിയുടെ രാവ് പകലാക്കി ഇവർ ആഘോഷിക്കുന്നു. ഈ തെരുവിലെ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ ഈ ദീപാവലി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി വരും വർഷങ്ങളിലും ആഘോഷിക്കാനുള്ള അനുഗ്രഹം ശ്രീ പത്മനാഭസ്വാമി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്മയുടെ മേൽ തിന്മയുടെ വിജയമാണ് ദീപാവലി. ഈ വിജയത്തെ പ്രത്യേക ആഘോഷ രീതികളോടെയാണ് ഇവർ വരവേൽക്കുന്നത്. ഏർലി മോർണിംഗ് തന്നെ 4 മണിക്ക് എണീറ്റ് പടക്കം പൊട്ടിക്കലും കമ്പിത്തിരിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എണ്ണ തേച്ചൊരു കുളി, അതൊരു പ്രധാനമാണ്, ഇതിൻ്റെ ഒരു ഭാഗമാണ് എണ്ണ തേച്ച കുളി. അത് കഴിഞ്ഞ് പുതിയ വസ്ത്രം ധരിക്കുക, അമ്പലത്തിൽ പോവുക, വഴിപാടുകൾ കഴിക്കുക, പിന്നെ വീണ്ടും ഈ കമ്പിത്തിരി പടക്കം ഇതെല്ലാം പൊട്ടിക്കുക, മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുക, എല്ലാവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കെല്ലാം വിതരണം ചെയ്യുക. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷം കൂടിയാണ് ദീപാവലി എന്ന് പറയുന്നത്. ആഘോഷത്തിന് പ്രത്യേക മധുരപലഹാരങ്ങളും ഇവർ തയ്യാറാക്കുന്നു. ഒക്കാര എന്ന പലഹാരമാണ് ഇതിൽ പ്രധാനം. ഒരു കുടുംബമായി ആഘോഷിക്കുന്നതിന് പകരം കൂട്ടായാണ് ഇവർ ദീപാവലി കൊണ്ടാടുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.